റാഗി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തിയാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കും. അതല്ല സ്ഥിരമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനാണെങ്കിൽ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റാഗിയും കൂടെ ചേർത്താൽ മതി കേട്ടോ. ഞാനിന്ന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 കപ്പ് പച്ചരി എടുത്തപ്പോൾ അതിൽ 1/2 കപ്പ് റാഗിയും ചേർത്തു. രണ്ടും നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചു. ഇനി മാവരയ്ക്കാനായിട്ട് കുതിർത്ത് വെച്ച പച്ചരിയും റാഗിയും മിക്സി ജാറിലോട്ടിട്ടു. അതിൻ്റെ കൂടെ ഒരു 1.25 കപ്പ് തേങ്ങ, റാഗിയും പച്ചരിയും കൂടെ 2.5 കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം പകുതി അളവിൽ തേങ്ങ എടുക്കണം. 1/2 കപ്പ് ചോറെടുക്കാം. ചോറില്ലെങ്കിൽ അവലായാലും മതി കേട്ടോ. ഈസ്റ്റ് ചേർക്കുന്നവരാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടാം. അതിൻ്റെ കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 4-5 മണിക്കൂറെങ്കിലും മിനിമം പൊങ്ങാനായിട്ട് വെക്കണം. രാത്രിയൊക്കെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ഇതുപോലെ മാവ് നല്ല സൂപ്പറായിട്ട് പൊങ്ങിയിരിപ്പുണ്ടാവും. ഇതിനകത്തുനിന്ന് ആവശ്യത്തിന് മാവ് എടുത്തിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപ്പോ പഞ്ചസാരയൊക്കെ ചേർത്ത് ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ പരന്ന പാനിൽ ഒഴിച്ചിട്ട് വെള്ളയപ്പത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ അപ്പച്ചട്ടിയിൽ പാലപ്പം ഉണ്ടാക്കുന്ന പോലെയോ ഈ ഒരു അപ്പം റെഡിയാക്കാം കേട്ടോ. രണ്ടായാലും നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ജസ്റ്റ് കുറച്ച് റാഗിയും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണേ. സാധാ അപ്പം പോലെ തന്നെ സോഫ്റ്റാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ലൈറ്റ് ബ്രൗൺ കളറാണ്. പിന്നെ റാഗിയുടെ തൊലി ഇങ്ങനെ നമുക്ക് എല്ലാ സ്ഥലത്തും അവിടെ എവിടെയായിട്ട് കാണാൻ പറ്റും എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ അപ്പത്തിന് ഉണ്ടാക്കുന്ന ഏത് കറി വേണമെങ്കിലും എടുക്കാം. ഞാനിന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. ഒരു 3 സവോള ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തു. അത് എണ്ണയിലിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് പച്ചമുളക് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് നിറമൊക്കെ ഒന്ന് മാറി ഈ ഒരു രീതിയിലായി കഴിയുമ്പം പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് പൊടികളുടെ ഒരു ചുവയൊക്കെ എന്ന് മാറി അത്യാവശ്യം ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം കേട്ടോ. ഇതിനകത്ത് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ മസാലയൊക്കെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതുപോലെ നല്ലൊരു ഡാർക്ക് കളറാവും. ആ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതുപോലെ നന്നായിട്ട് സവോളയൊക്കെ വെന്ത് വറ്റി ഏകദേശം ഒരു നല്ലൊരു മസാല പോലെ ആയി വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 1 കപ്പ് പശുവും പാലാണ് ചേർക്കുന്നത് കേട്ടോ. തിളപ്പിച്ച പശുവും പാൽ ഒത്തിരി പേര് ഇതുപോലെ ഗ്രേവികളിൽ ഉപയോഗിക്കാറുള്ളതാണ്. അഥവാ നിങ്ങൾ ഇതുവരെയും അങ്ങനെ ചേർത്തുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പാലിൻ്റേതായ ഒരു രുചി വ്യത്യാസം ഉണ്ടാവത്തില്ല, പിരിഞ്ഞു പോകത്തുമില്ല. ഇതിനകത്ത് പശുവും പാലാണ് ചേർത്തതെന്ന് പോലും കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ നല്ല കുറുകിയ ക്രീമി ആയിട്ടുള്ളൊരു കറി കിട്ടും. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.